welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുട്ടപ്പുട്ടാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മളിത് പുട്ട് മിച്ചം വരുന്ന സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. വലിയ പീസായിട്ട് ഇടുന്നതിൽ നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള 2 എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. അതൊന്ന് ചെറുതായിട്ട് വാടി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. ആ സവോളയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോരുത്. ചെറിയ തീയിൽ തന്നെ അത് വാടി വരണം. ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാൻ കേട്ടോ. കാരണം കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെയൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പച്ചമുളക് കടിക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വാടി വരുമ്പോഴേക്കും പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിലും വ്യത്യാസം വരുത്താം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ കൂടെ ചേർത്തിട്ട് പൊടിയൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും പൊടികൾ ചേർക്കാനായിട്ട്. പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കോഴിമുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 കപ്പോളം 2-2.5 കപ്പോളം പുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1.5 കുറ്റി പുട്ട് വരും. അപ്പോൾ അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ 3 മുട്ടയുടെ അളവ് പറഞ്ഞത്. നിങ്ങൾ പുട്ടിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇതെല്ലാം കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പം മുട്ടയുടെ ടേസ്റ്റ് വരണം. അപ്പം തീരെ മുട്ട കുറഞ്ഞു പോയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. കട്ടകൾ അധികം ഇല്ലാത്ത രീതിയിൽ മുട്ട നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ചു വെച്ചാൽ പുട്ട് ചേർത്ത് കൊടുക്കാം. പുട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചാലും നല്ലതാണ് കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പുട്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോസുകൾ ചേർക്കണം. അത് ഓപ്ഷണലാണ്. സോസുകൾ ചേർത്താൽ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെടും. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടാൻ നല്ലതാണ്. അപ്പം ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം, കുഴപ്പമില്ല. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ സോസുകളും കൂടെ ചേർത്തിട്ട് ഉപ്പ് എന്തെങ്കിലും പോരാതുണ്ടെങ്കിൽ അതുമൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതെല്ലാം അതിൽ പിടിച്ച് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കറിവേപ്പിലയോ മല്ലിയിലയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂടോടെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് തലേദിവസം പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ അടുത്ത ദിവസം നമുക്കിത് മുട്ടപ്പുട്ടാക്കി കൊടുക്കാം. ഒരു വെറൈറ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ജോലി എളുപ്പമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.